ഗ്ലോക്കോമയെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? ലോകത്തിൽ ഇന്ന് 8 കോടിയോളം ഗ്ലോക്കോമ രോഗികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ അതിൽ 50% രോഗികളും ഗ്ലോക്കോമയുണ്ടെന്ന് അറിയുന്നില്ല. കാരണം ആരംഭഘട്ടത്തിൽ ഗ്ലോക്കോമയ്ക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കാഴ്ചയെ ക്രമേണ കവർന്നെടുത്ത് പൂർണ്ണ അന്ധതയിലെത്തുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ. തിമിരം കഴിഞ്ഞാൽ അന്ധതയ്ക്കുള്ള കാരണങ്ങളിൽ നെക്സ്റ്റ് ഗ്ലോക്കോമയാണ്. തിമിരം മൂലമുള്ള അന്ധത നമുക്ക് ചികിത്സിച്ച് മാറ്റാനാകും, പക്ഷേ ഗ്ലോക്കോമ മൂലമുള്ള അന്ധത ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയില്ല. ഇനി ഗ്ലോക്കോമ എന്ന അസുഖത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കണ്ണ് ഒരു ഗോളമാണ്. അതിലൊരു ദ്രവം ഉണ്ടാകുന്നുമുണ്ട്, ഒഴുകുന്നുമുണ്ട്. അതിൻ്റെ പേരാണ് എക്വസ് ഹ്യൂമർ. അതുമൂലം കണ്ണിലൊരു മർദ്ദമുണ്ട്. കണ്ണിൻ്റെ മർദ്ദം അഥവാ പ്രഷറിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂലം കണ്ണിൻ്റെ ഞരമ്പ്, അതായത് ഒപ്റ്റിക് നെർവിന് വരുന്ന ഡാമേജ് മൂലം വരുന്നൊരു അസുഖമാണ് ഗ്ലോക്കോമ. ഇനി ഗ്ലോക്കോമയ്ക്ക് ലക്ഷണങ്ങളുണ്ടോ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആരംഭഘട്ടത്തിൽ ഗ്ലോക്കോമയ്ക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. 10% രോഗികളിൽ മാത്രമാണ് ശക്തിയായ തലവേദന, കണ്ണിൽ ചുവപ്പ്, ചെറിയ കാഴ്ചമങ്ങൽ മുതലായവ ഉണ്ടാകുന്നത്. വലിയ മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ നമ്മുടെ കാഴ്ചയെ ക്രമേണ കവർന്നെടുക്കുന്നത് കൊണ്ടാണ് ഗ്ലോക്കോമയെ കാഴ്ചയുടെ നിശബ്ദനായ കൊലയാളി എന്നും വിശേഷിപ്പിക്കുന്നത്. ഇനി ഗ്ലോക്കോമ കണ്ണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമയുള്ള രോഗിക്ക് നേർക്കാഴ്ച വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് രോഗിക്ക് കാഴ്ചമങ്ങൽ ഒരിക്കലും അനുഭവപ്പെടുന്നില്ല. കാഴ്ചയുടെ വ്യാപ്തിയാണ്, അതോ പെരിഫറൽ വിഷനാണ് കുറഞ്ഞു വരുന്നത്. കണ്ണിലെ പ്രഷറിൻ്റെ വ്യതിയാനങ്ങൾ മൂലം കാഴ്ചയുടെ വ്യാപ്തി കുറഞ്ഞ് അവസാനം ഒരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന പോലെയുള്ള കാഴ്ചയായിരിക്കും ഉണ്ടാവുക. അപ്പോഴും രോഗി അത് തിരിച്ചറിയുന്നില്ല, കാരണം അപ്പോഴും നേർക്കാഴ്ച ക്ലിയർ ആണ്. പിന്നീട് നേർക്കാഴ്ച മങ്ങുമ്പോഴാണ് രോഗി അത് മനസ്സിലാക്കുന്നതും ചികിത്സയ്ക്ക് എത്തുന്നതും. അപ്പോഴേക്കും ഗ്ലോക്കോമ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാകും. പിന്നീട് ഈ സെൻട്രൽ കാഴ്ചയും മങ്ങി അവസാനം പൂർണ്ണ അന്ധതയുണ്ടാക്കുന്നു. അങ്ങനെയാണ് ഗ്ലോക്കോമ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത്. വയസ്സ് കഴിഞ്ഞവരിലാണ് ഗ്ലോക്കോമ വരാൻ കൂടുതൽ സാധ്യത. അതുപോലെ കുഞ്ഞുങ്ങളിലും ചെറുപ്പക്കാരിലും വരുന്ന ഗ്ലോക്കോമകളും ഉണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ടെങ്കിൽ ഗ്ലോക്കോമ വരാൻ 10 മടങ്ങ് ചാൻസ് ഉണ്ട്. അതുപോലെ പ്രമേഹം, പ്രഷർ, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ, ചെറുപ്പം മുതലേ കാഴ്ചവൈകല്യം, മയോപ്പിയ ഉള്ളവർ ഗ്ലോക്കോമയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ സ്റ്റിറോയിഡ് മരുന്നുകൾ, അത് ടാബ്ലറ്റ് രൂപത്തിലോ അലർജിക്കോ ആസ്മയ്ക്കോ വേണ്ടി ഇൻഹേലർ രൂപത്തിലോ, ദീർഘകാലം സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് ത്വക്ക് രോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നവർ, അതുപോലെ കണ്ണിൽ കൂടെ ചുവപ്പ് വരുന്നത് കൊണ്ട് സ്റ്റിറോയിഡ് ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്നവർ, മറ്റു പല രോഗങ്ങൾക്കായി സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരിലും ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ണിന് മുമ്പ് പരിക്ക് പറ്റിയിട്ടുള്ളവരിലും കണ്ണിൻ്റെ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞവർ ആദ്യമായി തന്നെ ഒരു സമഗ്രമായ നേത്രപരിശോധന നടത്തി ഗ്ലോക്കോമ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ കാഴ്ച പരിശോധിച്ചതിന് ശേഷം കണ്ണിൻ്റെ മർദ്ദം പരിശോധിക്കും. അതിനുശേഷം ഗ്ലോക്കോമ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ഗ്ലോക്കോമ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാൽ നമ്മുടെ വിഷ്വൽ ഫീൽഡ് അഥവാ കാഴ്ചയുടെ ചുറ്റളവിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അതിലൂടെ നമുക്ക് കാഴ്ചയുടെ ചുറ്റളവിനെ ഗ്ലോക്കോമ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇനി കാഴ്ചയുടെ ചുറ്റളവിനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണിൻ്റെ ഞരമ്പിലേക്ക് ഗ്ലോക്കോമ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് OCT സ്കാനിങ്ങുമുണ്ട്. ഈ ടെസ്റ്റുകൾ മൂലം നമുക്ക് ഗ്ലോക്കോമയുണ്ട് എന്ന് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഗ്ലോക്കോമയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർ ആദ്യമായി തുള്ളിമരുന്നുകളാണ് നിർദ്ദേശിക്കുക. അത് ഗ്ലോക്കോമയുടെ തീവ്രത അനുസരിച്ചും പ്രഷർ അനുസരിച്ച് 1 മുതൽ 4 വരെ ആകാം. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് ലേസർ ചികിത്സാ രീതിയാണ് ചെയ്യേണ്ടത്. ഇനി തുള്ളിമരുന്ന് കൊണ്ടും ലേസർ കൊണ്ടും പ്രഷർ കൂടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ കുറയ്ക്കാനുള്ള സർജറിയും ഇപ്പോൾ നൂതനമായ മിനിമലി ഇൻവേസീവ് ഗ്ലോക്കോമ സർജറീസും അവൈലബിൾ ആണ്. കൈകാൽ വേദനയ്ക്ക് ഗുളികകൾ കഴിക്കുമ്പോൾ വേദന മാറുന്നു. എന്നാൽ ഗ്ലോക്കോമയുള്ള രോഗിക്ക് തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല.
തുള്ളിമരുന്ന് സ്ഥിരമായി ഒഴിക്കുമ്പോഴും ഒരു വ്യത്യാസവും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് മരുന്നുകൾ നിർത്താനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മരുന്നുകൾ നിർത്തിക്കഴിഞ്ഞാൽ പ്രഷർ കൂടിയിരുന്ന് ഗ്ലോക്കോമ പ്രോഗ്രഷൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഗ്ലോക്കോമ രോഗി സ്ഥിരമായി മരുന്നുകൾ ഒഴിക്കുകയും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായി ഡോക്ടറെ ചെന്ന് കാണേണ്ടതാണ്.